എല്ലാവർക്കും നമസ്കാരം. നമ്മള് 53rd ബുക്കിന്റെ ഡിസ്കഷൻ അലിസ്മ പറഞ്ഞ പോലെ ഒരു സൈലന്റ് പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ലൈഫ്സ് അമേസിംഗ് സീക്രട്ട്. അപ്പോ ജീവിക്കാനുള്ള ഒരുപാടധികം രഹസ്യങ്ങള് നമുക്ക് ബുക്ക് ക്ലബിലൂടെ 5 പേര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതം ഒരു യാത്രയാണ്. അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഗൗർ ഗോപാൽദാസ് ഒരു ലൈഫ് കാർ ജേർണി ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള, കാരണം പ്രചോദനയുടെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് ഞങ്ങൾ വർഷമായിട്ട് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ കണ്ടന്റില് ഈ ഒരു എക്കോ തന്നെ ഓഡിബിൾ ആണോ? ഒരു എക്കോ വന്നിരുന്നു. അതെ വന്നിരുന്നു. ഓക്കെ. പ്രചോദനയുടെ വർക്ക്ഷോപ്പിന്റെ ജേർണിയില് ഈ ഒരു ഓതറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗമായിരുന്നു. അത് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള വൺ ഓഫ് ദ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ജീവിക്കാൻ വേണ്ടിയുള്ള രഹസ്യത്തില് ആ ബുക്കിൽ നിന്ന് എസെൻസ് ഞങ്ങൾ എടുത്ത് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച ഒരു കൺസെപ്റ്റ് ആണ് കാർ അപ്രോച്ച് എന്ന് പറയുന്നത്. ചേഞ്ച് വാട്ട് യു ക്യാൻ ചേഞ്ച്, ആക്സെപ്റ്റ് ദ തിങ്സ് യു കാൺ ചേഞ്ച് ആൻഡ് റൈസ് അബോവ് ദ തിങ്സ് യു ക്യാൻ ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ഒരു ബുക്കിൽ നിന്ന് ആണ് ഞങ്ങൾ 6 വർഷം മുമ്പ് എടുത്ത് ഇത് നിങ്ങൾ ഓരോരുത്തരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ഒരു ആശയത്തില് ഈ ഒരു ബുക്ക് 53ാമതായിട്ട് നമ്മളിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ മെമ്പേഴ്സ് വളരെയധികം ഭംഗിയായിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു. 4 വീൽ എന്ന് പറയുന്നത് ഹെൽത്തും കരിയറും റിലേഷൻഷിപ്പും സ്പിരിച്വാലിറ്റിയും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം വേണ്ട കാര്യമാണെന്നും അതെങ്ങനെ നമുക്ക് നർച്ചർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഇത് ഒരു ഓണക്കാലമാണ്. ഓണം എന്ന് പറഞ്ഞ ഒരു ടുഗെദർനെസ് ആണ്. അപ്പോ ഈ ബുക്കിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് നമ്മളിലേക്ക് എടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ജേർണി കണ്ടന്റഡ് ആക്കാനായിട്ടുള്ള ഒരുപാടധികം പേഴ്സണലൈസ്ഡ് ആയിട്ട് ഈ വായിച്ച 5 പേർക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള കോർ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് പുതിയൊരു മെമ്പറാണ്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷനോട് കൂടി, കാരണം ഈ പുതിയ മെമ്പറെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് രഞ്ജിന ചേച്ചിയാണ്. സോ വി വെൽക്കം യു മാം ടു അവർ പ്രചോദന ബുക്ക് ക്ലബ്. ഓവർ ടു യു മാം. Thank you so much. Thank you. I am Jayashree here. I am a homemaker. I am in Bangalore. So, enne patti parayanengil, I am introduced to this club by my student Ranjini. I had taught her in 8th standard at St. Teresa's Ernakulam. So when I told her that I don't get time to read, she said, "Ma'am, why don't you join?" She calls me Miss. She says, "Why don't you join?" And then I joined this beautiful club. Now I have got into a habit of reading, sincerely speaking, but then I think I should be more into it. I have to accept that. And now let me tell you, we are so happy that we have come to the 54th book of this club, and that's something great. And because nowadays we hardly get time to read, in fact we are always glued to the mobile or other social media activities. So let me first this is the first time I'm into a book discussion, so happy to note that I'm been just Usha called me this evening and said, "Why you should join," and I was a bit nervous at that time, but then it's fine. Now coming to this book, Life's Amazing Secrets by Gaur Gopaldas ji. What I liked in this writer is he's very simple and down to earth, and he brings instances from our day-to-day life.
which we can easily connect. Recently, I was watching in Netflix the Kapil Sharma show. So wherein he was very easily he can adapt very easily with any what to say generation, be it the young and the old. That is something, and his sense of humor is something we have to really appreciate. So I went through in this book is in the introduction chapter. So in the introduction chapter, he was telling us about. Let me tell you one thing: that he's an engineer who turned to be a monk. So he read a lot of philosophy, ancient philosophy and literature, and then he says he has been invited by many people to come home, and then how he went to a very palatial apartment in Worli, and how he got in touch with Harry and his wife Lilita and had a beautiful lunch there. And the humorous part of how he was given a fork and a knife and how he should handle a dosha with it. All that is very well written in the introduction part. And then they take a drive back to his ashram. Harry leaves him back. But on the way, he has been stuck in a traffic jam. And throughout the journey, what Gaur Gopal Das ji could feel that is that this man is passing through some hard times. So he want him to just open up. If you open up to a friend or to somebody, that will relieve you of all the stress which you have. So that is the introduction part. And then he compares our life with the four wheels of a car and how we have to move forward. And that is the introduction part he gives in this book, Life's Amazing Secrets. And what else? So let us discuss the other chapter. Sure, ma'am. What is that one point that struck with you till now, from the part you have read or from the other person's briefing also? What I liked is his, he was saying, one thing I liked is we have to be a good listener. We have to be a good listener. We shouldn't be judgmental. We shouldn't give a judgment immediately. As soon as somebody comes with a problem, the first thing is we immediately give a solution. So what he says is we have to listen patiently and then come to a conclusion. Give him our thoughts. Definitely, ma'am. Ma'am, ഇത് പറഞ്ഞതുകൊണ്ട് ഓർക്കുവാണ് ഒരു ഇൻസ്റ്റ വീഡിയോസിൽ എങ്ങാനും പറഞ്ഞിട്ടുള്ളതാണ്, സെയിം ഓദർ തന്നെ, പേഷ്യൻസ് വിത്ത് ഗോഡ് ഇസ് ഈക്വൽ ടു ഫെയ്ത്ത്, പേഷ്യൻസ് വിത്ത് വൺസെൽഫ് ഇസ് ഈക്വൽ ടു സെൽഫ് കോൺഫിഡൻസ്, ആൻഡ് പേഷ്യൻസ് വിത്ത് അതേഴ്സ് ഇസ് ഈക്വൽ ടു റെസ്പെക്ട്, ആൻഡ് പേഷ്യൻസ് വിത്ത് ഫാമിലി ഇസ് ഈക്വൽ ടു ലവ്. സോ ഫെയ്ത്ത്, സെൽഫ് കോൺഫിഡൻസ്, റെസ്പെക്ട് ആൻഡ് ലവ്, ഇത് നാലും ഉണ്ടെങ്കിൽ ജീവിതം സുഖം. അതിന് ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ് എന്നുള്ളതാണ്. Patience is lacking. That is it. Yeah, definitely. ഈ ഫാസ്റ്റ് ലൈഫിൽ ആർക്കും എല്ലാവരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, they want instant remedy to any situation. Yeah, definitely. Okay, then moving to second part. Uma Chechi, Nitin Chetan. Yes. Hi, Usha. Yes, hi. Hey. So the second part was about the personal life, and Gaur Gopal Das ji gives 4 specific advices regarding the personal life. First one was gratitude, that we have to be grateful for the good things in our lives. That's essential quality we should all cultivate. Second is he's asking to stop worrying, and then third part is to take a pause to enjoy the beautiful things in life which we otherwise don't notice. The last part is to practice meditation. It's like a connect to a higher being through meditation. So these are the 4 things, and the interesting thing which stayed in my mind was about the second point, where he talks about why we should worry and explains with a logical diagram. So he asked that first question is whether there is a problem in your life.
So there are times where we don't have any problem, but most of the time we have a problem. So if there are no problems, then no need to worry. But if we have a problem, then we have to ask ourselves whether we can do something about it. And if the answer is yes, then means we can do something, so we need not worry about it. It will be solved, right? Then this answer is no, that we can't do anything about it. Then also he says that why worry, because we can't do anything about it. So that's a good logic, which helps us to stay calm even faced with problems. Yeah, that's it. താങ്ക് യു ഡെഫിനറ്റ്ലി. കാരണം പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. പ്രോബ്ലം വിൽ ബി ദർ എവ്രിവെയർ. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? യെസ് വിക്രം. ഗുഡ് ഈവനിങ്. എന്റെ പേര് വിക്രം മോഹൻദാസ് എന്നാണ്. എന്റെ ഒന്ന് ഫസ്റ്റ് ടൈം ആണ്. ഐ എം റിയലി സോറി. ഞാൻ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്റെ പാട്ടെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയായിരുന്നു. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ തിരിച്ച് റിവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പം ഉഷ മാം ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ വൺ തിങ് ദാറ്റ് സ്ട്രക്ക് ടു യു. സോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയ കാര്യം, എന്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറയുമ്പം ഗോപാൽദാസ് ജി വന്നിട്ട് വളരെ വളരെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡനെ പോലെയാണ്. ആൻഡ് ലൈക്ക് ഹൗ യു ടെൻഡർ ടു ദ ഗാർഡൻ, ഹൗ നിങ്ങൾ ആ പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു, നിങ്ങൾ ആ ഫ്ലവേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു, നിങ്ങൾ ഡെയിലി വെള്ളം ഒഴിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വളം ഇടുന്നു, അതേപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇറ്റ്സ് എ വെരി ട്രൂ തിങ്. ആൻഡ് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിനെ വാല്യൂ ചെയ്യാൻ നമ്മുടെ വാല്യൂ കൂടും. എനിക്ക് പേഴ്സണലി എന്റെ റിലേഷൻഷിപ്പ് ഞാനിപ്പോൾ ആ ഒരു ആംഗിളിൽ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതില് നമ്മള് പുള്ളി പറഞ്ഞിരുന്ന മെയിൻ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് വന്നിട്ട് നമ്മൾ എപ്പോൾ സംസാരിക്കുന്നോ നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കുക. അതായത് വാക്കുകൾക്ക് വാളിന്റെ മൂർച്ചയുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒന്ന് പോസ് എടുക്കുക. നമ്മൾ ഇമ്പൾസീവ് ആയിട്ട് സംസാരിക്കരുത്. അതേപോലെ നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ദേഷ്യം വരണമെങ്കിൽ കൗണ്ട് ടു 10 ബിഫോർ യു സ്പീക്ക്. സോ അതൊക്കെ വളരെ വാലിഡ് കാര്യങ്ങളാണ്. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കുക. ഈ നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കുമ്പം ബുക്കിൽ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ മെയിൻ സംഭവം നമുക്ക് വി ക്യാൻ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ബൈ മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത് വെർച്വസ് വിഷൻ. വെർച്വസ് വിഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്സ് കൂടുതൽ സ്ട്രോങ് ആവും, കൂടുതൽ ഗ്രോ ചെയ്യും വെൻ ദേ ആർ ഗൈഡഡ് ബൈ ഹയർ വാല്യൂസ്. ഹയർ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഓണസ്റ്റി, ലോയൽറ്റി, കമ്പാഷൻ, ഇന്റഗ്രിറ്റി. സോ ഇങ്ങനെ വാല്യൂസ് ഒരുമിച്ചുള്ളപ്പം എന്താണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ്, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് ആ റിലേഷൻഷിപ്പ് അവിടെ അത് ബ്രേക്ക് ആവാൻ വളരെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വെർച്വസ് വിഷൻ ഉണ്ട്, ഇങ്ങനെ സിമിലർ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വിൽ thrive even in the face of big challenges. മൂന്നാമത്തത് കറക്റ്റിംഗ് കോഷ്യസ്ലി. ഇപ്പൊ നമ്മൾ ഒരാളിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം ആ ക്രിറ്റിസിസം വന്നിട്ട് ബോൺഡ്സിനെ ഡാമേജ് ചെയ്യുന്നതാണ് ഗോപാൽദാസ് ജി പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ കറക്ഷൻ ചെയ്യണം. കറക്ഷൻ ചെയ്യേണ്ടെന്നല്ല ഒരിക്കലും പറഞ്ഞത്, കറക്ഷൻ ചെയ്യണം. പക്ഷെ ആ കറക്ഷൻ ചെയ്യണത് ജെന്റ്ലി ആയിരിക്കണം. അപ്പൊ നമ്മൾ ജെന്റിൽ ആയിട്ട് അത് പറയുമ്പം ദാറ്റ് ഇൻസ്പയർസ് ചേഞ്ച്. അപ്പൊ ഈ ജെന്റ്ലി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? One is the timing when we make tell the correction. Second is the tone that we use. Third is the intention. Why are we doing it? അത് നമ്മൾ ആദ്യം ക്ലിയർ ആയിരിക്കണം. ഒരാളിനെ കറക്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് we should be clear. Why are we correcting him? ഇതുകൊണ്ട് എന്താ the main goal that we can achieve by correcting cautiously is help others grow without making them feel attacked. അവരൊരു അറ്റാക്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അവരൊരു പെട്ടെന്ന് അവരിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത പോലെ അവർ ഫീൽ ചെയ്യില്ല. അടുത്ത് വന്നിട്ട് ഫൊർഗീവ്നെസ്. ഓക്കെ, ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. ആസ് പാർട്ട് ഓഫ് ബീങ് ഹ്യൂമൻസ് വി ബിക്കം ആംഗ്രി വിത്ത് പീപ്പിൾ, വി സംടൈംസ് ടേക്ക് തിങ്സ് ടു ഹാർട്ട്. ബട്ട് ഫൊർഗീവിങ് എന്ന് പറയുന്നത്
it is to letting go the burden of resentment. ഒരു ലൈനിൽ പറയണമെങ്കിൽ it is to letting go the burden of resentment, keeping that thing in your heart. Relationships heal faster when forgiveness is practiced sincerely. Forgivenessന് ഒരു റിലേഷൻഷിപ്പിലെ ഗോൾ എന്താണെന്ന് വെച്ചാൽ moving forward with peace rather than staying trapped in the past. So once you forgive someone, then you are with them in the moment. But when you have resentment in your heart, you are with them physically, but mentally you are with them in the past. Okay. Next വന്നിട്ട് association, the importance of association. പ്രചോദനയിൽ എപ്പോഴും പറയാറുണ്ട്, our network is our net worth. So having the network with the right people is what association is about. The people that we surround ourselves with influence our thinking, our habits, our emotional health. Every factor is affected by them. Positive company uplifts us. So association the goal in the build a support system that nurtures positivity and growth. Consistent positivity and growth. Right? Book into a main എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ relationships are the foundation of our happiness and fulfillment in life. And when relationships are the foundation, we should care for them like we would care for our own personal garden. Okay. Thank you. Thank you. Definitely. A relationship never dies a natural death. It is murdered by ego, attitude and ignorance എന്നുള്ളതും ഗോർ ഗോപാൽജി എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളും പ്രചോദനോടിലൂടെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ എഫേർട്ട് വേണം. ആലിസ് മാഡം ഒരു എന്താ പറയണ, നമ്മളൊരു സെഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ ഗാർഡനും ചെടിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രചോദന ബുക്ക് ക്ലബിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ് NPK. നമുക്ക് ചെടിക്ക് വളം ഇടണം, നമ്മുടെ NPK വേണം എന്ന് പറയുമല്ലോ. അപ്പോ റിലേഷൻഷിപ്പിനും നമ്മുടെ ഗ്രോത്തിനും ഒക്കെ നമുക്കും NPK വേണമെന്ന്. അതായത് നമുക്കൊരു നീഡും ഒരു പർപ്പസും, ഈ നീഡും പർപ്പസും മീറ്റ് ചെയ്യാനുള്ള നോളേജ് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അത് നമ്മൾ ചെയ്യാം. അല്ല, എളുപ്പത്തിൽ നമുക്ക് ഓർക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും സാധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ ആ റിലേഷൻഷിപ്പിന്റെ ഗാർഡൻ ഗ്രോ ചെയ്യും, നമ്മുടെ നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ നെറ്റ് വർത്തും ഇൻക്രീസ് ചെയ്യും. With that note, over to Gopi sir. Unmute you. Okay, thank you. So, hope all of you understand Malayalam. Yes. Malayalam അറിയാമല്ലോ അല്ലേ? So let me be more. Jayashree very extra emphasis with the yes. Jayashree ma'am, you understand Malayalam? No. Okay. Sure. Okay. So I was told to read chapter 13, 14 and 15. 13, 14, 15 അധ്യായങ്ങൾ വർക്ക് ലൈഫാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ 13 ചാപ്റ്റർ കോമ്പറ്റീഷനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ അങ്ങ് സ്പീഡിൽ അങ്ങ് വിട്ടു പോവുകയാണ്. കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉള്ളതാണ്. കോമ്പറ്റീഷൻ അറ്റ് വർക്ക്, ഇൻ സ്പോർട്സ്, ഇൻ സ്കൂൾ, വിച്ച് ദ ഓദർ ഹാസ് നോട്ട് മെൻഷൻ. കാരണം സ്കൂളിൽ തന്നെ തുടങ്ങും കോമ്പറ്റീഷൻ, അൺഹെൽത്തി കോമ്പറ്റീഷൻ. അത് ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്നത് ഹെൽത്തി കോമ്പറ്റീഷൻ മീൻസ് യു നീഡ് ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. നമ്മളോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. അത് വളരെ നല്ലൊരു പോയിന്റ് ആണെങ്കിലും ഞാനത് വായിച്ചപ്പോൾ ഐ വാസ് ആസ്കിങ് മൈ സെൽഫ്, എങ്ങനെയാണ് ഞാൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്നത്? ഓക്കെ, അത് സെൽഫ് ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഡയറീസ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കുറച്ച് നോട്ട്സ് എഴുതാറുണ്ട്, റെഗുലർ അല്ലെങ്കിലും ജേർണലിങ്. അപ്പോൾ എൻ്റെ ഡ്രീംസ് അല്ലെങ്കിൽ ചില ഗോൾസൊക്കെ എഴുതിയപ്പോൾ ചില ഗോൾസൊക്കെ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ആ ഗോൾസ് അങ്ങ് അസ്തമിച്ചു പോയി. അല്ലെങ്കിൽ സ്റ്റിൽ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് പാഷൻ ടു പെർസ്യൂ ദോസ് ഗോൾസ്. മേ ബി പ്രായമാകുന്നതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഈ when it comes to competing with yourself, ഏജ് അതൊരു കോൺട്രഡിക്ടറി ആണ്. when you get older, ചിലപ്പം നമ്മുടെ ബെറ്റർ വേർഷൻ ഓഫ് അവർ സെൽഫ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിരിക്കും. ബട്ട് വൺസ് യു ഗെറ്റ് ഓൾഡർ യു ബിക്കം മോർ വൈസ്. ദാറ്റ് ഈസ് വൺ തിങ്. സോ നിങ്ങളുടെ തോട്ട്സും അല്ല ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ ഉഷ മാം, ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ
അതിൽ ഒപ്പീനിയൻ പറയേണ്ടത് ആലിസ് മാഡാണ്. ഓക്കെ 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 മാഡം പറയുമായിരിക്കും ഇത് കഴിയുമ്പോ. ഓക്കെ ഫൈൻ. സോ അതാണ് ഒരു കാര്യം, കോമ്പീറ്റിംഗ് വിത്ത് മൈസെൽഫ്. കാരണം ഞാൻ എൻ്റെ ഒരു 4-5 വർഷം മുമ്പത്തെ എൻ്റെ ഒരു ജേർണൽ നോക്കിയപ്പോൾ അന്നത്തെ എൻ്റെ ഗോൾസൊക്കെ ഇപ്പോൾ എനിക്കങ്ങ് പുർസ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഇൻ സം ഏരിയസ് ഐ ആം ബെറ്റർ. ഓക്കെ, അതാണ് ആ കോമ്പീറ്റിംഗ് വിത്ത് മൈസെൽഫ്. പിന്നെ എൻ്റെ ഓഫീസിലാണെങ്കിലും ദർ ആർ ഓഫീസ് പൊളിറ്റിക്സ്, കോമ്പറ്റീഷൻ വരും അൺഹെൽത്തി ആയിട്ടുള്ളത്. അവിടെ വീണിട്ട് ഇപ്പോൾ ഫൊർഗീവ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. നമ്മൾ ആ ഹ്യൂമിലിറ്റിയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഓഫീസിൽ. വെൻ ദർ ഈസ് കോമ്പറ്റീഷൻ ആൻഡ് ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്രൈഡിനെ, ഈഗോയെ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹെഡ്ജിങ് ഗോഡ് ഔട്ടാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചത് എബൌട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ ബെറ്റർ വേർഷൻ ആവുക എന്നുള്ളതാണ്. മേ ബി കമ്പയർ ചെയ്യുക ഓരോ വർഷം കൂടി നമ്മൾ എന്താണ് സോഷ്യലി നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദാറ്റ് ഞാൻ ആ ചാപ്റ്റർ 13 അങ്ങ് കടന്നു വെക്കുകയാണ്. ഇനി ഒരാളും കൂടി ഷെയർ ചെയ്യാനുള്ളല്ലോ അല്ലേ? സമയം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ അല്ലേ? ഓക്കെ റൈറ്റ്. അടുത്ത് സെൽഫ് ഡിസ്കവറി ആണ്. സെൽഫ് ഡിസ്കവറി, if there is one thing that if you want to really find out your purpose, you need to know yourself എന്നാണ് പറയുന്നത്. നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. That's a huge thing, understanding yourself, self discovery. There, what are our strengths? നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ പർപ്പസ് എന്താണ്, വാട്ട് ആർ വി സ്ട്രോങ് അറ്റ്. ബിക്കോസ് വൺസ് യു സെൽഫ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ ഞാൻ വൺസ് യു അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക്നെസ്, ദെൻ യു ക്യാൻ ചേഞ്ച് ഇൻ ദാറ്റ് ഏരിയ, യു ക്യാൻ ഓവർകം ദാറ്റ് ഏരിയ. ആ ഒരു കാര്യമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. പലതും ഉണ്ടാകും. ചിലപ്പം പ്രൈഡ് ആയിരിക്കാം, ചിലപ്പോൾ ഷോർട്ട് ടെമ്പർ ആയിരിക്കാം, ചിലപ്പം ലേസിനെസ് ആയിരിക്കാം, ചിലപ്പം ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം ആയിരിക്കാം. വൺസ് യു അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക്നെസ്, ദെൻ you can change in that area. It's all about awareness. That is one thing, which clicked in me. Okay, then അതിൽ ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇക്കിഗായി ആണ്. അത് ഞാൻ ഇതിനുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് ഐ കുഡന്റ് ഇംപ്ലിമെന്റ് ഓർ തിങ്ക് മച്ച് അബൌട്ട്. ആ ബുക്ക് ഞാൻ വായിച്ചിരുന്നായിരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇതിലത് വളരെ, അതിലൊരു അപ്പൻഡിക്സ് ഉണ്ടായിരുന്നു, ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു. അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. അതാണ് അതിൽ ഞാൻ കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് യുവർ പേർപ്പസ് ഇൻ ലൈഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ 3 ചോദ്യം ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ യു ഗുഡ് അറ്റ്? ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ്, ഗെറ്റ് ഓണസ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദ പീപ്പിൾ അറൗണ്ട് യു. സോ സംടൈംസ് നമുക്കറിയാം ഇത് ഐ ആം ഗുഡ് അറ്റ് ദിസ് എന്ന്, ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ നീഡ് ടു ആസ്ക് സംബഡി, ഈസ് ദിസ് മൈ സ്ട്രെങ്ത്? ഓക്കെ, ആ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് ക്യാൻ യു മേക്ക് എ ലിവിങ് ഫ്രം യുവർ പാഷൻ? That means some people do not want many are working dead-end jobs whilst they dream about a life in which they are fully dedicated to their purpose. But full dedication also takes into account the practicalities also. അപ്പം ചിലപ്പോൾ നമ്മുടെ പാഷൻ വേറെ ആയിരിക്കാം. ഇതിൽ എവിടെ ഒരിടത്ത് പറയുകയുണ്ടായിരുന്നു, യു നീഡ് ടു ഡു ദ തിങ്സ് യു ലവ്. ഓക്കെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ പ്രായമായവർക്ക് അത് കെട്ടിയേ പറ്റിയില്ലെങ്കിൽ യു നീഡ് ടു ലവ് ദ തിങ്സ് യു ഹാവ് ടു ഡു. ചെയ്യേണ്ട കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ പഠിക്കുക. അപ്പം എന്നെ സംബന്ധിച്ചോളം അതാണ്. ഞാൻ പല വർഷങ്ങളും, ഞാൻ 57, അപ്പം ഓൾമോസ്റ്റ് റിട്ടയറിങ് ഏജ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ജോലി ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ടീച്ചിങ് ട്രെയിനിങ് ഒക്കെ ഇഷ്ടമാണ്. ഇടയ്ക്കൊരു 1-2 വർഷം ഫ്രീലാൻസ് ട്രെയിനിങ് ചെയ്തിരുന്നു. പക്ഷേ പ്രാക്ടിക്കാലിറ്റി, വീട്ടിൽ നിന്ന് പ്രഷർ വന്നു, യു നീഡ് ടു ഹാവ് റെഗുലർ ഇൻകം എക്സെട്ര. സോ വീണ്ടും റെഗുലർ വർക്കിലേക്ക് പോയി. ഇപ്പം കഴിഞ്ഞൊരു 5 വർഷമായിട്ട് വർക്ക് ചെയ്യാണ് ഒരേ കമ്പനിയിൽ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലവ് വാട്ട് യു ഡു എന്നുള്ളത്, അത് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു NBFCയിലാണ് വർക്ക് ചെയ്യുന്നത്, മുത്തൂറ്റ് മീഡിയയാണ് വർക്ക് ചെയ്യുന്നത്, ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പം ചില കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ഇഷ്ടമല്ല ചെയ്യാൻ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ലൈഫ് സ്കിൽ ട്രെയിനിങ്, ഐ എൻജോയ് ദാറ്റ്. അപ്പോൾ അതാണ്, അതിൽ ഞാൻ ഫോക്കസ് കൊടുക്കുകയാണ്. ഐ ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് ദ എംപ്ലോയീസ് ടു എൻജോയ് ദ ജോബ്. അപ്പോൾ അതിൽ വഴി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. ഈവൻ ദോ ദാറ്റ് വേ ഐ ആം ട്രൈങ് ടു ലവ് വാട്ട് ഐ ഡു. പിന്നെ ക്യാൻ യു ടേൺ യുവർ പാഷൻ ഇൻ യുവർ പേർപ്പസ്, റെലവൻസ് എക്സെട്ര, റിസോഴ്സസ്, ഡസ് യുവർ സിറ്റുവേഷൻ അലോ യു? ഓക്കെ, അപ്പം അതിൽ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഓൾ ഓഫ് എ സഡൻ നിങ്ങളുടെ പാഷൻ എന്താണ്, അതിലേക്ക് നമ്മുടെ കരിയറിനെ മാറ്റാൻ സാധിക്കത്തില്ലായിരിക്കും. മേ ബി ഗ്രാജുവലി യു ക്യാൻ ഡു ഇറ്റ്. മേ ബി പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഓൾസോ തിങ്കിങ് ഓഫ്. മേ ബി അനദർ 2 or 3 years gradually I start doing some freelance training either to students or teachers or parents, and gradually അതിലേക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പ്രിപ്പറേഷൻ ഹെൽപ്പ് മീ പേഴ്സണലി.
പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഇതിൽ about the small contribution you may feed into a large 1 second ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം പറഞ്ഞേക്കുന്നത് small contribution may feed into a large network of people working together. For example, if you want to help the homeless, can you connect with an organization or group that resonates with you? Okay, അതൊരു നല്ല ചോദ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചാലും പേഴ്സണലി ഐ വാസ് തിങ്കിങ് ഐ ഹാവ് ബീൻ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, വാട്സപ്പ് ഗ്രൂപ്പ്സ്. സം പീപ്പിൾ ആർ ഇൻ ടു ട്രെയിനിങ്, സം പീപ്പിൾ ആർ ഇൻ ടു നേച്ചർ ക്വിയർ, സം പീപ്പിൾ ആർ ഇൻ ടു എക്കോ സ്പിരിച്വാലിറ്റി, പല കാര്യങ്ങൾ. അപ്പോൾ അതിൽ എനിക്ക് താല്പര്യമുള്ള ഫീൽഡിലെ ആൾക്കാരുമായിട്ട്, ഫോർ എക്സാമ്പിൾ ജോസ് തച്ചിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളതാണോ? ജോസ് തച്ചിൽ സാറിനെ അറിയാവോ അല്ലേ? അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഈ പ്രിപ്പയർ ചെയ്തപ്പോൾ ആലോചിച്ച, ജോസ് തച്ചിൽ സാറ് കുറേ വോളണ്ടറി ആയിട്ട് സ്കൂളുകളിൽ പോയി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അസോസിയേറ്റിംഗ് വിത്ത് പീപ്പിൾ ലൈക്ക് ഹിം, ഓക്കെ, that clicked to my mind, which was helpful for me personally. പിന്നെ ഇതും കൂടെ ഒന്ന് വായിച്ച് ഞാൻ നിർക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോമൺ സ്ട്രഗിൾസ് ദാറ്റ് ഹോൾഡ് യു ബാക്ക് ഫ്രം ഫൈൻഡിങ് യുവർ ഇക്കിഗായ്. സാധാരണ നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. ഒന്ന്, മൈ കറന്റ് ജോബ് പേസ് വെൽ, സോ ഐ കനോട്ട് ഗിവ് ഇറ്റ് അപ്പ്. എന്നെ സംബന്ധിച്ചോളം അത് തന്നെയായിരുന്നു. ഓക്കെ, ഗിവിങ് ഇറ്റ് അപ്പ് ഈസ് ഡിഫിക്കൽട്ട്. സെക്കൻഡ് തിങ്, ഐ ഡു നോട്ട് നോ വെയർ ടു ബിഗിൻ, എങ്ങനെ തുടങ്ങണം. തേർഡ് വൺ, ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം ഗുഡ് ഇനഫ് ടു ഗെറ്റ് പെയ്ഡ് അറ്റ് വാട്ട് ഐ ലവ്. ഓക്കെ, എനിക്കിഷ്ടമുള്ള കാര്യത്തിൽ ആം ഐ ഗുഡ് ഇനഫ്? ആ സെൽഫ് ഡൗട്ട് ചിലപ്പം വന്നേക്കാം. പേഴ്സണലി എനിക്കും വന്നിട്ടുണ്ട് പലപ്പോഴും. I did not have the support of my family, of course. When you plan to start doing a freelance training for many years, അത് അമ്മച്ചി ജീവിച്ചിട്ട് അമ്മച്ചി വന്ന് തുടങ്ങിയായിരുന്നു, പിന്നെ വൈഫ്, മദർ ഇൻ ലോ, പിന്നെ നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെറ്റിൽഡ്. ഹൗസ് ലോൺ എല്ലാം കഴിഞ്ഞു, കാർ ലോൺ കഴിഞ്ഞു, ഇപ്പം ആ ബേർഡൻസ് എല്ലാം കുറവായി. നൗ ഐ ആം മോർ ഫ്രീ ടു pursue my passion. So these are common reasons why people fail to find their ikigai. All right, so last chapter ഞാൻ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, that is about spirituality at work. അതായിരുന്നു 15ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇവിടെ സാധാരണ ഒരു കോമൺ തോട്ട് ഉള്ളത്, once you become more spiritual you may lose your ambition. ഓക്കെ, നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ നമ്മുടെ അംബീഷൻ കുറയും എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പം അങ്ങനെ ഇല്ല എന്നാണ് ഓദർ പറയുന്നത്. പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വൺസ് യു ആർ സ്പിരിച്വൽ യു വിൽ ബിക്കം ലെസ് അംബീഷ്യസ്. ബിക്കോസ് അംബീഷൻസും ഓവർ അംബീഷ്യസും അത് രണ്ടും വരും അവിടെ. ഓവർ അംബീഷ്യസ് മീൻസ് ഗ്രീഡ്. അപ്പം ബട്ട് ഹിയർ ഹി സേസ് ദാറ്റ് ഡോണ്ട് ഫീൽ ബാഡ് ഇഫ് യു ഏൺ മോർ മണി, സോ ദാറ്റ് യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്, യു ക്യാൻ ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. അത് പറഞ്ഞ ഒരു സെന്റൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഷുഡ് ബി ഇൻ പ്രൊപ്പോർഷനേറ്റ് വിത്ത് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ഓക്കെ, വൺസ് യു ഏൺ മോർ യു ഷുഡ് ബി ഗിവിങ് മോർ. പിന്നെ അതിൽ അർജുനൻ ആൻഡ് കൃഷ്ണയുടെ തന്നെ ഭഗവത്ഗീതയിലെ ആ അഡ്വൈസിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അത് ഓക്കെ, ഈവൻ ഡൂയിങ് ദ ബാറ്റിൽ, ഫൈറ്റിംഗ് ദ കൗരവാസ്, ഇറ്റ് ഈസ് എ ഗുഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി, ഹി സേസ്. പക്ഷെ അതിൽ പണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടിരുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ദ എൻ ജസ്റ്റിഫൈസ് ദ മീൻസ്. ആ കോഡിനോട് എനിക്ക് എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇത് വായിച്ചപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയി. എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് സംടൈംസ് യു മേ ഹാവ് ടു ബി സ്റ്റേർഡ്. പിന്നെ അവിടെ ഒരു സെയിൻറ്റ് ആൻഡ് സ്നേക്കിൻ്റെ കഥ പറയുന്നുണ്ട്. സെയിൻറ്റ് ആൾക്കാരെ പേടിപ്പിച്ചപ്പോൾ പാമ്പിനോട് പറഞ്ഞു, നീ ആൾക്കാരെ കടിക്കരുത്. അപ്പോൾ പാമ്പ് കടിക്കുന്നത് നിർത്തി, ചീറ്റുന്നത് നിർത്തി, പേടിപ്പിക്കുന്നത് നിർത്തി. അപ്പോൾ ആൾക്കാർ പാമ്പിൻ്റെ തലയിൽ കയറി മറിയാൻ തുടങ്ങി. അപ്പോൾ സെയിൻറ്റ് പറഞ്ഞു, ഐ ടോൾഡ് യു നോട്ട് ടു ബൈറ്റ് ദ പീപ്പിൾ, ഐ ഡിഡ്ന്റ് ടെൽ യു ടു ഹിസ് ഓർ ഫ്രൈറ്റൻ ദം. അതുപോലെ തന്നെയാണ്, ഈവൻ ഇഫ് യു ആർ സ്പിരിച്വൽ യു നീഡ് ടു ബി അസേർട്ടീവ്, യു ഷുഡ് നോട്ട് ബി എ ഡോർമാറ്റ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഹംബിൾ ഡസ് നോട്ട് മീൻ ദാറ്റ് യു ആർ എ ഡോർമാറ്റ്. ഓക്കെ, അസേർട്ടീവ് ആയിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചു. അപ്പം ബൈ ദാറ്റ് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. ആലിസ് മാം എന്തെങ്കിലും ഇപ്പൊ പറയുന്നുണ്ടോ? മാഡം മ്യൂട്ട് ചെയ്തേക്കാം. സാറ് പറഞ്ഞത് ഈ പാഷൻ അല്ലെങ്കിൽ ജോലി സമയത്ത് അല്ലെങ്കിൽ ഏജും പാഷനും തമ്മിൽ, നമ്മുടെ പാഷൻ എന്ന ഏജ് റിലേറ്റഡ് ആണോ? ഏജ് കൂടുന്തോറും നമ്മുടെ പാഷൻ മാറ്റിക്കൊണ്ട് വരാമോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമോ എന്നുള്ളത്. ഞാൻ എൻ്റെ പാഷൻ കണ്ടുപിടിച്ചത് ആഫ്റ്റർ റിട്ടയർമെന്റ്. ശരിക്കും റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ്, ഞാൻ ടീച്ചറായിരുന്നു, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കൗൺസിലിംഗ് ഫീൽഡിലോട്ട് വന്നത്. ഇതെന്റെ ഒരു പാഷനായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ റിട്ടയർമെന്റ് വരെ അതിന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഐ കോമ്പീറ്റ് വിത്ത് മൈസെൽഫ് ഓൾസോ. ഇതിനൊക്കെ ഒന്നും ഏജ് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം. ആസ് ലോങ് as
you are mentally and physically healthy, there is no limit. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. അതാണ് ഇവിടെ സാറിനോട് എനിക്കിപ്പോ ഈ അവസരത്തിൽ അതിനൊരു മറുപടി ആയിട്ട് പറയാനുള്ളത്. സാർ പോകുന്നത് വളരെയധികം ശരിയാണ്. കാരണം നമ്മുടെ ജോലി ആവശ്യമുള്ള സമയത്ത് നമ്മൾ ജോലി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാഷനിലേക്ക് കുറച്ചുകൂടി വരണം. ഇങ്ങനെ ജോസാറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ജോസാറിന്റെ കൂടെ ഞാനും സ്കൂളിൽ പോകാറുള്ള ആളാണ്. അപ്പം ജോസാറിന്റെ പ്രവർത്തികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. സാറ് ചെയ്യുന്ന കാര്യങ്ങളും വളരെ നല്ലതാണ്. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ അതിലൊക്കെ ഇൻവോൾവ് ആവണം. എന്നാലാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ബുക്കിൽ പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു സൊല്യൂഷനാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. അതുപോലെ ഇക്കിഗായ് എന്നുള്ള ബുക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ബുക്ക് ഇക്കിഗായ് ആയിരുന്നു നമ്മുടെ പ്രചോദന ബുക്ക്. Okay, ma'am, thank you. And one note on spirituality, sir. ഞങ്ങളുടെ മെന്റർ നമുക്ക് പറഞ്ഞു തന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് റിലീജിയൻ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സ്പിരിച്വാലിറ്റി. ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഇറ്റ് ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സ്പിരിച്വാലിറ്റി. ആൻഡ് വൺ മോർ തിങ്, സ്പിരിച്വാലിറ്റി ഈസ് നത്തിങ് ബട്ട് കോൺഷ്യസ്നെസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യണു, ഐ എം സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ ബുക്ക് ക്ലബിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, വി ആർ ഹിയർ 100%. ഇത് കഴിഞ്ഞിട്ട് എന്താണ്, രാത്രി ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാവണോ, ഡിന്നർ കഴിച്ചിട്ടാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പണി എന്താ, നാളെ എന്താ എന്നൊന്നും ചിന്തിക്കാതെ വി ആർ ഹിയർ കംപ്ലീറ്റ്ലി. ദാറ്റ് ഇസ് വാട്ട് സ്പിരിച്വാലിറ്റി. ദാറ്റ് കംപ്ലീറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ബുക്ക് വായിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ സ്ട്രൈക്ക് ചെയ്യില്ലേ. ഞാൻ പാലസ്നാടും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു നിൽക്കുന്നതാണ് സ്പിരിച്വാലിറ്റി ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് കോൺഷ്യസ്നെസ്. അപ്പോ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോ നമ്മൾ ആ ഒരു അറ്റൻഷനും ടൈമും ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പൊ അവർ ഇന്റൻഷൻ ഇസ് പ്യുവർ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അക്യുമുലേറ്റ് ചെയ്ത് അത് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മളിലേക്ക് എത്തിയിരിക്കും നമ്മൾ അറിയാതെ. ഡെഫിനറ്റ്ലി ഓരോ ബുക്കും ഓരോരുത്തർ ബ്രീഫ് ചെയ്യുന്നതും അതിൽ ഒന്നോ രണ്ടോ പോയിന്റ് ആണെങ്കിലും അത് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വെളിച്ചമാവാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് പ്രചോദന ബുക്ക് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വെളിച്ചവുമായി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്. ഓവർ ടു മുജീജി. താങ്ക് യു സർ. ഹലോ, കേൾക്കാവോ? യെസ്, കേൾക്കാം. ഓക്കെ, എനിക്കിത് കിട്ടിയത് 4th വീലാണ്, സോഷ്യൽ കോൺട്രിബ്യൂഷൻ. ഇതിനകത്ത് 17, 18, 19, 20 ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ബ്രീഫ് ചെയ്തിട്ടിരിക്കുന്നത്. അതിനകത്ത് ചാപ്റ്റർ 17 പറയുന്നത് സെൽഫ്ലെസ് സാക്രിഫൈസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മൾ പേഴ്സണൽ സോഷ്യലിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം ഫാമിലിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നെ കുറിച്ചാണ് ഇത് പറയുന്നത് കൂടുതലും. അതായത് നമ്മൾ സെൽഫിഷ്നെസ്സിൽ നിന്ന് സെൽഫ്ലെസ്നെസ്സിലേക്ക് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് കുറേ എക്സാമ്പിൾ, റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അതിനകത്ത് മെയിൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം ഫിലോസഫി നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം. ആദ്യം നമ്മൾ വി ഷുഡ് എൻജോയ് യുവർ ഫസ്റ്റ് അല്ലെ, ഐസ്ക്രീം മെൽറ്റ് ആവുന്നതിന് മുമ്പ് അത് എൻജോയ് ചെയ്യുക, അതാണ് ഐസ്ക്രീം ഫിലോസഫി. പിന്നെ പറയുന്നത് ക്യാൻഡിൽ ഫിലോസഫിയാണ്. അതായത് ക്യാൻഡിൽ അത് മെൽട്ടായി തീരുന്നതിന് മുമ്പ് എത്ര പേർക്ക് അത് വെളിച്ചം നൽകുന്നു. അപ്പോൾ വി നീഡ് ടു ഹാവ് എ ബാലൻസ് ബിറ്റ്വീൻ ആൻ ഐസ്ക്രീം ഫിലോസഫി ആൻഡ് ക്യാൻഡിൽ ഫിലോസഫി. ക്യാൻഡിൽ ഫിലോസഫിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവില്ല. നമ്മൾ നമ്മളുടെ കാര്യം കൂടെ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോവാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫെറ്റീക്കായി ആ ഒരു ഇൻട്രസ്റ്റ് പോയി കിട്ടും. സോ ഇതിനൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ് ഓക്സിജൻ മാസ്ക് അനലോഗി. അതായത് നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും എന്തെങ്കിലും പ്രഷർ വേരിയേഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് പുട്ട് ഓൺ യുവർ ഓൺ മാസ്ക് ദെൻ ഹെൽപ്പ് അതേഴ്സ്. നമ്മളില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് ദെൻ ഡു ദ റെസ്റ്റ്. അതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഫാമിലി ഫസ്റ്റ്. 18th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫാമിലി ഫസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നതും ഫാമിലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോ ഭയങ്കര പരോപകാരിയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപയോഗം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന്
സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം കമ്മ്യൂണിറ്റി, ദെൻ സൊസൈറ്റി, ദെൻ നേഷൻ. അതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി പറയുന്നുണ്ട്. ഒരു 65-year-old വുമൺ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു മാരത്തോൺ വിൻ ചെയ്യുന്നത്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ഇൻ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 19 എന്ന് പറയുന്നത് നേഷൻ നെറേറ്റീവ് ആണ്. അതായത് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സർവീസ് ടു ദ നേഷൻ ആണ്. അതിനകത്ത് എന്താ പറയാ, കുറെ കാര്യങ്ങൾ, അതായത് ഫയർ ഫൈറ്റേഴ്സ്, സോൾജേഴ്സ്, പോലീസുകാര്, ഇവരൊക്കെ മര്യാദക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സമാധാനപൂർവ്വം നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. സോ വി ഷുഡ് അപ്രീഷിയേറ്റ് ദം റൈറ്റ്. അതിന്റെ പോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി പറയുന്നുണ്ട്. ഒരു ബ്രിഗേഡിയർ സുനിൽ കുമാറിന്റെ ശ്രീലങ്കയിൽ ചെന്ന് തമിഴ് പുലിയായിട്ട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഒരു സോൾജറിന് അപകടം പറ്റുന്ന സമയത്ത് അവരെന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന്റെ ബ്യൂട്ടിഫുൾ സ്റ്റോറി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ഡു ദ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ഡു യുവർ ഡ്യൂട്ടി ടു ദ നേഷൻ. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സർവീസ് ബ്രിങ്സ് ജോയ്. എങ്ങനെയാണ് ഒരു സേവ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ കോട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്തത് മുഹമ്മദ് അലിയുടെ ഒരു കോട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സർവീസ് യു ഡു ഫോർ അതേഴ്സ് ഈസ് ദ റെന്റ് യു പേ യുവർ റൂം ഹിയർ ഓൺ എർത്ത്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കോട്ട്. പിന്നെ ഈ സേവ എന്ന് പറയുന്നത് ചുമ്മാ ആസ് എ ഡ്യൂട്ടി ആയിട്ട് ചെയ്യരുത്. ദാറ്റ് ഷുഡ് കം ഫ്രം യുവർ ലവ്. എന്നാലേ അതിനൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഡെന്റൽ ക്യാമ്പിനെ കുറിച്ചാണ്. അതിനകത്തും ഒരു സ്റ്റോറിയിലൂടെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു 72 നാനു എന്ന് പറയുന്ന ഒരു പല്ലില്ലാത്ത ഒരു അമ്മൂമ്മയ്ക്ക് ഒരു US എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ പല്ല് വെച്ച് കൊടുക്കുമ്പോഴുള്ള എക്സ്പീരിയൻസും അവർക്കിടെ സന്തോഷവും, പല്ല് വെച്ചതിന് ശേഷം ഇന്ന് രാത്രി എനിക്ക് വയറ് നിറച്ച് കഴിക്കാന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഐ കുഡ് ഫീൽ ദാറ്റ്. അത് വാസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ദ സ്റ്റോറി. പിന്നെ വേറെ ഒരെണ്ണം പറയുന്ന ഒരു ബംബിൾ ബീയുടെ അനലോഗിയാണ് പറയുന്നത്. തേൻ കണ്ടുപിടിച്ച ബംബിൾ ബി അത് വന്ന് ഇന്ന സ്ഥലത്ത് തേനുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ വായിന്ന് തേൻ തെറിച്ച് അടുത്ത് നിൽക്കുന്നവർക്കും കൂടെ ആ തേൻ നുകരാൻ പറ്റുന്നു. അതന്നെയാണ് സേവ എന്നുള്ള രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് മൊത്തം കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഡു ദ റൈറ്റ് ആക്ഷൻ, റൈറ്റ് ഇന്റൻഷൻ ആൻഡ് റൈറ്റ് മൂഡ്. ദാറ്റ് ഈസ് ടു ബി റൂട്ടഡ് ഇൻ സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത്. സോ ദാറ്റ്സ് serve is a love in action. ഓക്കെ, താങ്ക് യു. വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് ഉമാനാരായണൻ, എന്റെ സ്വന്തം ചേച്ചി. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞത് എന്റെ സ്വന്തം ചേട്ടൻ നിതിൻ ചേട്ടൻ. സോ പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് സന്തോഷപൂർവ്വം ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി സർവീസ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, ഇത് ആലിസ് മാഡം ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. മാഡം ചിലപ്പോൾ ഓർക്കുണ്ടാവില്ല, എപ്പോഴും മാഡം പറയണതാണ് ലവ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ട് ചെയ്യണം. വരുന്ന ഓരോ കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻസിനോട് മാഡം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലവ് എന്ന് പറയുന്നത്. ഒരു നൗൺ അല്ല, ഇറ്റ് ഇസ് എ വെർബ്. ലിവിങ് അവർ വാല്യൂസ് എവ്രി ഡേ. അത് പ്രകടമായി നമുക്ക് കാണിക്കാൻ സാധിക്കണം. ബോബി ജോ സാർ പറഞ്ഞു കോമ്പറ്റീഷൻ ഇൻ സ്കൂളിനെ കുറിച്ച്. നമ്മുടെ അടുത്ത ബുക്ക് ഋഷിരാജ് സിംഗ് സാറിന്റെ ബുക്ക് തുടങ്ങണത് തന്നെ ഈ സ്കൂളിലെ കോമ്പറ്റീഷൻ വെച്ചാണ്. A+ വേണ്ടിയിട്ടും ആ ഒരു എന്താ പറയുക മാർക്കിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിലെ സാറ് എത്രയോ അധികം 1050 സ്കൂൾസില് സാറിന്റെ ആ ഒരു കരിയറിന്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അവിടെ ചെന്ന് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോ ആ ഒരു കുട്ടികളിലെ ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അത് ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ് തുടക്ക ഭാഗത്തില്. ഇന്നലെ മിനിഞ്ഞാന്ന് ഒറ്റ ബുക്ക് കയ്യിൽ കിട്ടിയുള്ളൂ, അപ്പൊ ആ ഭാഗത്ത് വായിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത മാസം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോ ഓരോരുത്തരും തന്നെ
നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബിലെ ഓരോ ബുക്കും നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരിലേക്ക് അതിന്റെ മെസ്സേജ് എത്തിക്കാനും ഒരു വെളിച്ചം പകരാനും, ഇവ ഈ പറഞ്ഞതുപോലെ ഐസ്ക്രീം ഫിലോസഫിയും കാൻഡിൽ ഫിലോസഫി എന്ന് പറയും. അതായത് ചിലവരൊക്കെ നമ്മുടെ അടുത്ത് ക്ലയൻസ് വന്ന് പറയൂലേ, ഞാൻ മെഴുകുതിരി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇങ്ങനെ മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വെളിച്ചമാവണോ വേണ്ടിയോ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ചോയ്സാ. നമ്മളത് ഇഷ്ടത്തോടെ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. എവറിത്തിങ് ആ നീഡ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു പർപ്പസ് കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള നോളേജ് സീക്ക് ചെയ്ത് നമുക്ക് വേണ്ട NPK കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നൗ ഓവർ ടു ആലിസ് മാം ഫോർ ദ കൺക്ലൂഷൻ. താങ്ക് യു ഉഷ. ആദ്യമായിട്ട് എനിക്ക് ഇതിനകത്ത് വായിച്ചവരെല്ലാരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനാ തോന്നുന്നത്. കാരണം അത്ര ക്ലിയർ ആയിട്ട് ഒന്നും എടുത്തു പറയാനില്ല. ആ ബുക്ക് വായിച്ച പോലെ തന്നെയാണ്. ഞാൻ ബുക്ക് വായിച്ചില്ല കേട്ടോ. അപ്പൊ ആ ബുക്ക് വായിച്ച ഒരു പ്രതീതി എനിക്ക് ഈ ഓഡിയോസ് എല്ലാം കേട്ടപ്പോ തോന്നി. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കേട്ടു ഓരോന്ന്. കാരണം കേട്ടോണ്ട് കിടക്കും, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. അപ്പൊ ഞാൻ പിന്നെ എടുത്ത് ഒന്നുകൂടി കേൾക്കും. അങ്ങനെ എല്ലാ ഓഡിയോസും കേട്ടതാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു സെന്റൻസ് എവിടെയോ ആരോ പറഞ്ഞതാണ് എന്ന് തോന്നുന്നു, വാല്യൂ പീപ്പിൾ ദാൻ യുവർ പൊസിഷൻസ് എന്ന്. വാല്യൂ പീപ്പിൾ ഓവർ പൊസിഷൻസ്. അത് ശരിക്കും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലര് പറയും എന്താണ്, എന്റെ വീട്, എന്റെ മക്കള്, ഇതൊക്കെ ഇല്ലാതാകാൻ ഒരു നിമിഷം മതി. ഞങ്ങൾ ഈ താമസിക്കുന്നതിൽ തന്നെ ഇങ്ങനെ നടക്കുമ്പം അതിൽ ആരും ഇല്ലാത്ത വീടുകളുണ്ട്. കാരണം എല്ലാവരും പോയ വീടുകൾ. അപ്പൊ ആ പൊസിഷനെ സ്നേഹിച്ചിരുന്ന, അപ്പൊ നമ്മൾ കളിയായിട്ടാണെങ്കിലും പറയും, ഞങ്ങൾ അവിടെ ചെന്നൊരു ചെടി ചോദിക്കായിരുന്നു. അവിടെ ഒരു എന്റെ ആന്റി മരിച്ചുപോയി, അങ്കിള് മാത്രം ഉണ്ട്. അപ്പൊ ചെടി ചോദിക്കുമ്പോൾ പറയും, ഇതാ എന്റെ വൈഫ് ടീച്ചറായിരുന്നു, വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്, അതുകൊണ്ട് ഇത് തരൂല്ല എന്ന്. ഇപ്പൊ ആ ചെടിയെല്ലാം ഇങ്ങനെ വല്ലാതെ കിടക്കണ്ട കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയേ, ആ പൊസഷനെ വാല്യൂ ചെയ്യുന്നത്, പീപ്പിളിനെ വാല്യൂ ചെയ്യുന്നതിനേക്കാൾ അതിന്റെ ഒരു ചെറിയ കമ്പൊടിച്ച് തരികയാണെങ്കിൽ ആ ചെടി വേറൊരു വീട്ടിൽ നന്നായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അപ്പൊ ആ പൊസഷനാണ്. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ചെടികളൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ തോന്നുന്നത് ഞാൻ ഇതെന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. കാരണം വെച്ചാൽ നമ്മള് മനുഷ്യരെ വാല്യൂ ചെയ്യുക. പിന്നെ ഇവിടെ വായിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മനസ്സിനെ ടച്ച് ചെയ്ത കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യായിരുന്നു. ആദ്യത്തെ നമ്മുടെ മാഡം പറഞ്ഞു ഗുഡ് ലിസണർ ആവണമെന്ന്. അതിന് നമുക്ക് എന്താ വേണ്ടത്? ഗുഡ് ലിസണർ ആവണമെങ്കിൽ, ഒരു വീട്ടിലാണെങ്കിലും ഗുഡ് ലിസണർ ആവണമെങ്കിൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ശരിയായിരിക്കണം. പലപ്പോഴും നമുക്ക് ഗുഡ് ലിസണർ ആകാൻ പറ്റാത്തത് നമ്മൾ മെന്റലി വി ആർ നോട്ട് ഹെൽത്തി. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ വറിയിങ്ങിന്റെ കാര്യം പറഞ്ഞു, വൈ വറിയിങ്. അത് മനസ്സിലാക്കണമെങ്കിലോ, ഞാൻ എന്തിനാണ് വറി ചെയ്യുന്നത്, എനിക്ക് സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ കാര്യത്തിനൊരു സൊല്യൂഷൻ ഇല്ല, അപ്പൊ ഞാൻ അതിൽ വറി ചെയ്തിട്ട് കാര്യമില്ല, അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വേണം, അല്ലാതെ വേറെ ഒന്നും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് ഈസ് മിസ്റ്റർ വിക്രം പറഞ്ഞു, റിലേഷൻഷിപ്പ് ഈസ് ലൈക്ക് എ ഗാർഡൻ എന്ന്. നമ്മുടെ വീട്ടിലുള്ള ഗാർഡൻ ഇല്ലേ, കാരണം വെച്ചാൽ നമ്മള് മക്കള് അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം കൂടി ആ ഗാർഡനില് പലതും മുള്ളുള്ള ചെടികൾ ഉണ്ടായിരിക്കാം, നല്ല ചെടികളും ഉണ്ടാവാം. പക്ഷെ അത് മനസ്സിലാക്കി നമ്മളൊന്ന് അതിനകത്തുനിന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് നമ്മളെ റിലേഷൻഷിപ്പിലേക്ക് പോണെങ്കിലും നമുക്ക് മെന്റൽ ഹെൽത്ത് വേണം. ആ മെന്റൽ ഹെൽത്തിന്റെ അഭാവമാണ് നമ്മൾ ഇതിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. ആ ഗാർഡൻ നമ്മൾ കാണുന്നില്ല ശരിക്കും. നല്ല പൂക്കൾ വിടർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഹെൽപ്പ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ എത്ര വീടുകളുണ്ട് ഹെൽപ്പ് ചോദിച്ചെടുക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെയാണ് ബോബി സാറ് പറഞ്ഞു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. വേറെ ആരും, പക്ഷെ അതിന് എനിക്കത് മനസ്സിലായത് വളരെ കാലം കഴിഞ്ഞിട്ടാ. അതുകൊണ്ട് എന്റെ സർവീസ് ചെയ്യുന്ന കാലത്ത് ബിഗിനിങ്ങിലൊക്കെ ഞാൻ മറ്റുള്ളവർ ചെയ്യണമൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അവരെക്കാളും നന്നാവണം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്നോട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാം, അത് അവർക്കറിയില്ല. അപ്പൊ ഞാൻ അതിൽ വെൽവേഴ്സ്ഡ് ആവണം എന്ന് മനസ്സിലാക്കിയത് വളരെ വളരെ ലേറ്റ് ആയിട്ട് തന്നെയാണ് സാറേ. അതുകൊണ്ട് സാർ പേടിക്കൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞില്ലേ ഈ സാക്രിഫൈസിന്റെ കാര്യം, ഉമ്മയല്ലേ പറഞ്ഞത്, സാക്രിഫൈസ് ചെയ്യണം. അതുപോലെ തന്നെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഫാമിലിയിൽ തുടങ്ങണം എന്ന്. ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് അവിടെ ഊന്നി പറഞ്ഞത്. ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മാഡം എന്റെ ഹസ്ബൻഡിനെ പറ്റി അവര് വളരെ കഷ്ടതയോടെ വളരെ ബുദ്ധിമുട്ടി 50-65 വയസ്സ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴാണ് പറയുന്നത്, എന്റെ ഹസ്ബൻഡിനെ പറ്റി
പുറത്ത് ഞാൻ ഈ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആരും വിശ്വസിക്കില്ല മാഡം. എനിക്ക് മാത്രമേ അറിയാമുള്ളൂ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ. പുറത്തെല്ലാം പള്ളിയില് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനിൽ പുറത്തെല്ലാവർക്കും ഇയാള് വളരെ മാന്യനും വളരെ നല്ലവനുമാണ്. ഫാമിലിയിലില്ല. ഫാമിലിയിലില്ലെങ്കിൽ പിന്നെ എവിടെ നന്നായിട്ടും കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് പണ്ടേ ഉണ്ട്. അപ്പൊ ഇത് വായിച്ചപ്പോൾ ഒന്നും കൂടി അത് ഊട്ടിയുറപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഫസ്റ്റ് ഫാമിലി തന്നെയാണ്. പിന്നെ നമ്മൾ അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയാണ് പ്രവർത്തനം നടത്തേണ്ടത്, എവിടെയാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്? നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് കുട്ടികളിൽ തന്നെയാണ്. അതാണ് നമ്മുടെ 54ാമത്തെ ബുക്ക് അടുത്ത മാസം എടുക്കുന്നത്. ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ബുക്ക് എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചേഞ്ചുകൾ വരുത്തേണ്ടത് എപ്പോഴും കുട്ടികളിൽ തന്നെയാണ്. അവിടുന്ന് ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ ഇനി അടുത്ത തലമുറ തന്നെയെങ്കിലും ഒരു ഗ്രോൺ അപ്പ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ തന്നെയെങ്കിലും നമ്മൾ അനുഭവിച്ചതോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഈ നാട്ടിൽ അനുഭവിക്കുന്നതോ ആയ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കുകയുള്ളൂ. അപ്പൊ ആ ബുക്ക് വളരെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം. പറ്റുമെങ്കിൽ എല്ലാവരും മേടിച്ച് വായിക്കണം. മിക്കവരും തന്നെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഓഡിയോ കേൾക്കണത് തന്നെയല്ല, നമ്മളത് ശരിക്കും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആ വായിച്ച് കിട്ടുന്ന അറിവ് കുറച്ചു പേരിലേക്കെങ്കിലും പങ്കുവെക്കാനും കൂടി നമുക്ക് സാധിക്കും. അത്രയ്ക്ക് നല്ലൊരു ബുക്കാണത്. അപ്പം നമ്മുടെ 54ാമത്തെ ബുക്ക് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. അത് അതിന്റെ ഡിസ്കഷൻ വരുന്നത് തന്നെ ഉഷ നേരത്തെ പറഞ്ഞു, മെന്റൽ ഹെൽത്ത് വീക്ക് October 1 to 10 നമ്മൾ എപ്പോഴും ആഘോഷിക്കാറുള്ളതാണത്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ നടത്തുക, അവയർനെസ് ക്ലാസ്സുകൾ നടത്താറുള്ള ഒരു വീക്കാണത്. അപ്പം അതിന്റെ ഇടയിലാണ് ഇതിന്റെ ഡിസ്കഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് വളരെ അന്വർത്ഥമാണ് നമുക്ക് ഒക്ടോബറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. യെസ്, വിത്ത് ദാറ്റ് നോട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. Thank you. Wish you the same. Wish you all the same. ഹാപ്പി ഓണം. സമൃദ്ധിയുടെ ഓണം ഉണ്ടാവട്ടെ എല്ലാവർക്കും. കേട്ടുകൊണ്ടിരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ആലിസ് മാഡം പറഞ്ഞ ഒരു സെന്റൻസ്, ഇഫ് യു ആർ മെന്റലി ഹെൽത്തി യു ക്യാൻ ബി എ ഗുഡ് ലിസണർ. അതെന്നെ ഒരു ഗുഡ് ലിസണർ ആക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, മെന്റൽ ഹെൽത്തും ലിസണിങ്ങും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഓർത്ത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ മറ്റേ ആള് പറയുമ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇയാളൊന്ന് നിർത്തിയിട്ട് വന്നു എന്താ ഞാൻ പറയണ്ടേ. എനിക്കും സംഭവിച്ചിട്ടുള്ള കാര്യം അത്. കാരണം വെച്ചാൽ ഈ അദ്ദേഹം ഒന്ന് പറഞ്ഞു നിർത്തിയിട്ടാണ് എന്റെ മനസ്സിലപ്പോ അദ്ദേഹം പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്. ആ വിഷയത്തെ കുറിച്ച് എനിക്കെന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അദ്ദേഹം നിർത്തി കഴിയുമ്പോൾ നമ്മൾ അതൊന്നും അല്ല ടച്ച് ചെയ്യണത്. അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ പറയാം. അപ്പം അത് മുഴുവനും ഒന്ന് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ ഒപ്പീനിയൻ ആയിരിക്കില്ല നമ്മൾ കൺവേ ചെയ്യുന്നത്. Right then. Thank you all. Thank you. Thank you sir. സാറിന്റെ ഓഡിയോ നോട്ടിലെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കണ്ടായിരുന്നല്ലോ. അത് ഒരെണ്ണം രാത്രിയിലത്തെ ഒരെണ്ണം പകലത്തെ ആയിരിക്കും. കിളികളുടെ ഒച്ച പകലിന്റെ ആയിരിക്കും, മോർണിംഗിലെ ആയിരിക്കും. അമ്പലത്തിന്റെ അടുത്താണ്. മിസ്റ്റർ വിക്രമിന്റെ ഓഡിയോയിലും പല പല കുട്ടിയുടെ ശബ്ദമാണെന്നോ. ഓക്കെ ജയശ്രീ മാം, ബോബി സർ, എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.